let's invite Sharafuddin onto the stage. നല്ലൊരു കൈഡിയോടെ ഹലോ മമ്മി സിനിമയുടെ സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായി നമ്മളെ ബോണിയായി വന്ന് ഈ സിനിമയിലൂടെ നമ്മളെ ഒന്നും കൂടെ ഷറഫുദ്ദീൻ ഫാനാക്കി മാറ്റി. ഒരുപാട് ഇനിയുമുണ്ട് സിനിമയില്. അങ്ങനെ ഷറഫുദ്ദീൻ എത്തിയിരിക്കുകയാണ്. അടുത്തതായിട്ട് അദ്രി ജോ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു കയ്യടി. കയ്യടി എവിടെ? അപ്പ് നെക്സ്റ്റ് ഈ സിനിമയുടെ സംവിധായകൻ വൈശാഖ്, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഹലോ മമ്മി എന്ന സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച സംവിധായകൻ വൈശാഖ് ആണ് നമ്മളെ സ്റ്റേജിൽ ജോയിൻ ചെയ്യുന്നത്. കൈയടിയൊക്കെ നിന്നുപോയോ? All right, ഇനി ഷറഫുദ്ദീൻ, they're all waiting for you to speak. Are you ready? നിങ്ങൾ റെഡിയാണോ? നല്ലൊരു കൈയടി കൊടുത്തേ. എല്ലാവർക്കും നമസ്കാരം. എന്റെ നമസ്കാരം പോരാഞ്ഞിട്ടാണോ? ഓക്കെ, എല്ലാവരും സിനിമ ഉണ്ടോ? വെരി ഗുഡ്. ആരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട്? ഷറഫുദ്ദീൻ, ലോങ് വീക്കെൻഡ് ആണ്. അവര് ഈ വീക്കെൻഡ് എന്തായാലും കണ്ടിരിക്കും. എല്ലാവരും കൈ വെക്കുന്നുണ്ട്. അപ്പൊ കൈ വെക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ലോങ് വീക്കെൻഡ് എത്ര ദിവസമുണ്ട്? 4 days ഉണ്ട്. ഈ 4 daysന്റെ അകത്ത് സിനിമ കാണാൻ ഉറപ്പുള്ളവര് അതൊന്ന് പറയാവോ? ആ ശബ്ദത്തിൽ പറഞ്ഞാൽ പോരാ, കൈ പൊങ്ങിയാ പോരാ, ശബ്ദം കൂടി വരണം. ഒന്ന് പറയാം, 1 2 3. ഓ, പ്രൊഡ്യൂസേഴ്സാ നിൽക്കുന്നത്. അവര് ഞാൻ വാക്ക് കൊടുത്തോട്ടെ, ഉറപ്പായിട്ട് കാണില്ലേ? പിന്നെ ഞാൻ വെറുതെ കാണാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമഡി അല്ലെങ്കിൽ ഹ്യൂമറസ് ആയിട്ടുള്ള സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പോയി കണ്ടതിന്റെ പേരിൽ ഒരിക്കലും ഒരു ഇതുണ്ടാവില്ല. ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന സിനിമ ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു ഡിസപ്പോയിൻമെന്റും തരില്ല. അത്ര നല്ല രീതിയിൽ തിയേറ്ററുകളിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വീക്കിലാണ് ഇറങ്ങിയത്. പക്ഷേ അതിൻ്റെ ഞങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത വാക്ക്, സൂപ്പർ ഹിറ്റ് എന്നുള്ള വാക്ക് ഞങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഞങ്ങൾ ഇപ്പോഴാണ്. അത് ഈ വീക്കിലാണ് കേരളത്തിൽ ഈ പറയുന്ന ഫസ്റ്റ് ഷോസും സെക്കൻഡ് ഷോസും എല്ലാം നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായിട്ട് നമുക്ക് ഇന്ന് കുറേ ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. തീർച്ചയായും അത് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാണ്. അപ്പോൾ നാട്ടിൽ ഇത്ര ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. ഈ ദുബായിലെ കാര്യം നിങ്ങൾ നോക്കുമോ? ഉറപ്പാണോ? ഉറപ്പല്ലേ? താങ്ക് യു. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുക, എല്ലാവരോടും പറയുക. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഹാപ്പി വെഡിങ് സിനിമ കണ്ടവരാണോ നിങ്ങളെല്ലാം? കണ്ടോ? പ്രേമത്തിലെ ക്യാരക്ടർ ഗിരിരാജൻ കോയിന് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഉറപ്പാണോ? ആ, അപ്പൊ ഞാൻ പറയുന്ന അത് നിങ്ങൾക്ക് ഇഷ്ടമായ പോലെ തന്നെ ഈ സിനിമ ഇഷ്ടമാകും. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ധൈര്യമായിട്ട് പോയി കാണാം. താങ്ക് യു. റാസൽ ഹൈമിലെ ഡയലോഗാ, അത് മാത്രം പറയല്ലേ. റാസൽ ഹൈമയിലെ വലിയ വീട്, അത്ര പറയാം. അത് മതി. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് ഷറഫുദ്ദീൻ. നല്ലൊരു കൈയടി ഷറഫുദ്ദീന്. ദുബായിയുടെ സ്നേഹം നിങ്ങൾ കൈയടിയിലൂടെയാണ് അറിയിക്കേണ്ടത്. ഗിരിരാജ കോഴി ഫാൻസ് എത്ര പേരുണ്ട്? അത് നല്ല കൈയടി കൊടുത്തേ. 1 2 3. യെസ്, അപ്പ് നെക്സ്റ്റ് അദ്രി ജോ. ഐ തിങ്ക് അദ്രി ജോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാദ്യം വരുന്നത് എന്താണെന്നറിയോ? കള്ളിപ്പെണ്ണെ എന്നെ വിട്ടു പോകാതെ, കള്ളിപ്പെണ്ണെ നീ എന്നെ വിട്ടു പോകാതെ. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സൂപ്പർ ഹിറ്റ് എന്നൊരു വേർഡ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാണ്. കാരണം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടുന്നത്. നിങ്ങൾക്കൊരു ലോങ് വീക്കെൻഡാണ് വരുന്നത്. എല്ലാവരും പോയി കാണുക. 5 വയസ്സ് മുതൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്ത് ഒരു വലിയ ടെൻഷനോ ലോജിക്കോ പേടിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം മറന്ന് ചിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക, ചിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഈ സിനിമയുടെ ഡയറക്ടറാണ് അടുത്തതായിട്ട് നമ്മളെ ജോയിൻ ചെയ്യുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ വൈശാഖ്. ഹലോ മമ്മി എന്ന സിനിമയുടെ ഡയറക്ടർ വൈശാഖ് നമ്മളെ ജോയിൻ ചെയ്തു. നല്ലൊരു കൈയടി കൊടുക്കാം അദ്ദേഹത്തിന്. നമസ്കാരം. ഹലോ മമ്മി എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഡെബ്യൂ ഡയറക്ടറാണെന്ന് ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങൾ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ഷോസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഷോസിൽ എത്ര ആളുകൾ കയറുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്ത് അവിടെ നിൽക്കുന്ന സമയങ്ങളിൽ
ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള ഒട്ടുമിക്ക സ്ക്രീനുകളും ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിങ്ങളെ വന്ന് നേരിട്ട് കണ്ട് നിങ്ങളോടും ഈ സിനിമയെ പറ്റി സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വിമാനം കയറി വന്നത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ എന്തെങ്കിലും എന്താ പറയുക, ഒന്നും ഇല്ലാതെ തന്നെ മനസ്സിൽ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന എല്ലാ എലമെന്റുകളും ഞങ്ങൾ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് നിങ്ങളെ പോലെ തന്നെ നാട്ടിൽ നിന്ന് വിട്ടുനിന്ന് ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്നതിനും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു. ഇനി അടുത്തതായിട്ട് പ്രൊഡ്യൂസേഴ്സ് നിങ്ങളോടാണ്. യെസ് സജിൻ പ്ലീസ്. നമസ്കാരം. ഞാൻ ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്. ഒരു 10-15 വർഷം മുമ്പ് വളരെ ചെറിയൊരു ശമ്പളക്കാരനായി ഈ ലുലുവിൻ്റെ പുറകിൽ നിന്ന് തുടങ്ങിയതാണ്. നമുക്ക് ദുബായ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ UAE എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള സ്ഥലമാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ 2000 രൂപ ശമ്പളത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇന്ന് ഈ സിനിമ എടുക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ റഹ്മത്തും ബർക്കത്തും തരുന്ന ഈ ഭൂമിയിൽ നിന്ന് ഈ സിനിമനെ നിങ്ങൾ കൈവിടാതെ പിടിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം നിൽക്കൂലേ? അത്രയും കണ്ടു മതി. ഓൾറൈറ്റ്, ഇനി ഈ വേദിയിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ആരാണ്? ഐ എം സോ സോറി. ഞാനിപ്പോൾ അവിടെ ഇല്ല എന്നുള്ളതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ ലിറ്ററലി ലോക്കായി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ലോക്കിൽ പെട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി എൻ്റെ ജോയ്ക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സംസാരിക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അത് കാരണം ഞാൻ പ്രൊമോഷൻസിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ സ്ട്രോ വഴി ജ്യൂസും ഷേക്സും അങ്ങനെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ ലോക്കായി ലാസ്റ്റ് എനിക്ക് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഡോക്ടർ എയർ ട്രാവൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് വരാതിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. പക്ഷേ എൻ്റെ ടീമിന് എല്ലാവിധ സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ കൊടുക്കണം. കാരണം അവരും ഒരുപാട് ദിവസമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓടുകയാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു കുഞ്ഞു പടമാണെന്നറിയാം. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിജയിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ദുബായിലേക്ക് വന്നിരിക്കുന്നതും നിങ്ങളുടെ ഈ സിനിമയെ പറ്റി പറയുന്നതും. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് ഹലോ മമ്മിക്ക് ടിക്കറ്റ് എടുക്കണം. കാരണം ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ പോയിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ പ്ലീസ് ഡു ഗിവ് us all your support, all your blessings. ഞാൻ എത്രയും പെട്ടെന്ന് അടുത്തൊരു സിനിമയായിട്ട് ദുബായിൽ വന്ന് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറയേണ്ടത് താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഗിവിങ് മീ. ഭയങ്കര സന്തോഷമുണ്ട്. അതെനിക്ക് ഓഡിയൻസിൻ്റെ അടുത്തുനിന്ന് എനിക്ക് മെസ്സേജസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളും സിനിമ കണ്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജസൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. മോശം തോന്നുകയാണെങ്കിലും നല്ലത് തോന്നുകയാണെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാം. ഓക്കെ, സോ ഹാവ് എ ഹാപ്പി ഈവനിങ്. സീ യു സൂൺ.